പത്മ ലളിതാ സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കടക്കുന്നു. ഇന്ന് ദേവി പത്മനാഭ സ്വരൂപമായി, ഭൈരവിയുടെ ശക്തി സ്വരൂപമായി എങ്ങനെ ഈ ലോകത്തിലും നമ്മളുടെ ഉള്ളിലും ശക്തിപ്രഭാവം ചൊരിയുന്നു എന്നുള്ള വരികളാണ്. ഭാനുമണ്ഡല മധ്യസ്ഥ ഭൈരവി ഭഗമാലിനി. ഭാനുമണ്ഡലം, ഭാനു എന്നാൽ സൂര്യദേവന്റെ ആദിത്യഭാവന്റെ ഒരു പര്യായമായിട്ട് തന്നെയാണ് പറയുന്നത്. ഭ എന്നാൽ തേജസ്, ഭാനു എന്നാൽ ആ തേജസ്സിന്റെ അണുവിൽ വീണ്ടും അതേ തേജസ്, ഒരു ചെറിയ അണു, ആ അണുവിലും ഓരോ അണുവിലും തേജസ് സമമായിരിക്കും. അതാണ് ഭാനു. ആ ഭാനു എന്നാൽ സൂര്യദേവന്റെ ആ തേജസ്സുറ്റ സ്വരൂപമാണ്. അങ്ങനെയുള്ള ഭാനു മണ്ഡല മധ്യസ്ഥ, ഭാനുമണ്ഡലം. നമ്മൾ ഈ ലോകത്ത് ഈ മൂലയിലിരുന്ന് എവിടെയോ ഇരുന്ന് സംസാരിക്കുമ്പോൾ, ഈ ജപം ജപിക്കുമ്പോൾ നമ്മൾ തൊടുന്നത് ആ സൂര്യമണ്ഡലത്തിലേക്കാണ്. അതായത് സോളാർ സിസ്റ്റം എന്ന് പറയുന്ന നമ്മൾക്കൊരു ജന്മത്തിൽ കാണാൻ പോലും സാധിക്കാത്ത ഒന്ന് എന്ന് തന്നെ പറയാം. ആ ഭാനുമണ്ഡലത്തിന്റെ മധ്യസ്ഥ. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് ഈ ജപം ജപിക്കുമ്പോൾ ആ ദേവിയുടെ പരാശക്തിയുടെ വലിപ്പവും ആഴവും ഒന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല. പക്ഷെ ഈ വരികളിൽ അവിടേക്ക് എത്താൻ സാധിക്കും. ഭാനുമണ്ഡലം, ആ പ്രഭാവം ചൊരിയുന്ന ഗ്രഹങ്ങളും നവഗ്രഹങ്ങളും എല്ലാം ചുറ്റിത്തിരിയുന്ന ആ ഭാനു മണ്ഡലത്തിന്റെ ഒത്ത നടുക്കായി, ശ്രീചക്രത്തിന്റെ ഒറ്റ നടുക്കായി ഒരു ബിന്ദു ഉണ്ടല്ലോ, അത് കണക്കാക്കിയും എടുക്കാം. അത് ഭാനുവാണ്, ദേവിയുടെ ആ സ്ഥാനം ഭാനു. എത്ര തന്നെ ഉള്ളിലേക്ക് ചെന്നാലും അതേ ബിന്ദു അതേ തേജസ്സോടുകൂടി വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനൊരു സെന്റർ പോയിന്റ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. എന്നാൽ ദേവി ശക്തി തന്നെയാണ് ഈ ഭാനുമണ്ഡലത്തിന്റെ, ഈ പ്രകൃതിയുടെ സെന്റർ പോയിന്റ്, ശക്തിയുടെ സ്രോതസ്. ആ സെന്റർ പോയിന്റ് അമ്മയാണ്, ദേവിയാണ്. മധ്യസ്ഥ, മധ്യസ്ഥം വഹിക്കുക എന്നൊരർത്ഥത്തിലും ഇവിടെ എടുക്കാം. എല്ലാത്തിനുമുള്ള മധ്യസ്ഥ ആരാണ്? ദേവിയുടെ, അമ്മയുടെ ശക്തിയാണ്. ഭൈരവി ഭഗമാലിനി. ഭൈരവൻ എന്ന് മുൻപും പറഞ്ഞതാണ്. ഭൈരവൻ എന്നാൽ മഹാദേവൻ തന്നെയാണ്. മഹാദേവന്റെ ഭൈരവ തത്വത്തെയാണ് ഭൈരവൻ, കാലഭൈരവൻ, വട്ടുക ഭൈരവൻ എന്ന് പറയുന്നത്. ആ ഭൈരവന്റെ ശക്തി, അതാണ് ഭൈരവി. സ്ത്രീയും പുരുഷനും ഒരേപോലെ തന്നെ ഇഴചേർന്ന് പോകുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. ഭൈരവൻ അതിശക്തനായ മഹാദേവന്റെ തത്വം ഉൾക്കൊള്ളുന്ന ശക്തിയാണ്. ആ ശക്തിക്കും ഒരു ശക്തിയായി ദേവിയുണ്ട്, ഭൈരവി. ആ ഭൈരവി എന്തിനാണ്? നമ്മൾ ഈ ലോകത്തിന്റെ ശക്തി എടുത്ത് ഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് താങ്ങുവാനുള്ള ശക്തി ദേവിക്ക്, അമ്മയ്ക്കേ ഉള്ളൂ, ആ ഗർഭത്തിന്. അതുകൊണ്ടാണ് ഭൈരവി ഭഗമാലിനി. ഭഗം, വീണ്ടും ഭഗം എന്നൊരു വാക്ക് വരുന്നു. ഭഗം, ഭഗവാൻ, ഭഗവതി. അപ്പോൾ ഇവിടെ ഈ ശക്തികളെയെല്ലാം, അതായത് സൂര്യ തേജസ്സിന്റെ മണ്ഡലത്തിന്റെ ശക്തികളെയെല്ലാം ചേർത്ത് വെച്ച് മാല്യമായി ധരിച്ചിരിക്കുന്ന ദേവത ഭഗമാലിനി. ഇതൊരു നിത്യപൂജയിൽ ഉൾപ്പെടുത്തുന്ന ദേവിയുടെ പേര് കൂടെയാണ്, നിത്യദേവതയും കൂടിയാണ് ഭഗമാലിനി. അപ്പോൾ ഈ സൂര്യ തേജസ്സിനെ എല്ലാം കോർത്തിണക്കി മാല്യമായി ധരിച്ചിരിക്കുന്ന ഭഗമാലിനിയുടെ സ്വരൂപവും ഇവിടെ ദേവി എടുക്കുകയാണ്. പത്മാസന ഭഗവതി ശ്രീ പത്മനാഭ സഹോദരി. ശ്രീ ഞാൻ ആടിയതാണ്, ഞാൻ എപ്പോഴും ശ്രീ ചേർത്ത് പറയുള്ളൂ. പത്മനാഭ സഹോദരി എന്നേ ഉള്ളൂ. പത്മാസന, പത്മാസനത്തിലാണ് അമ്മ. ദേവി ഇപ്പോൾ ധ്യാനാവസ്ഥയിലാണോ എന്ന് ചോദിച്ചാൽ ധ്യാനാവസ്ഥയിലാണ്. എന്നാൽ ധ്യാനാവസ്ഥ എങ്ങനെയുള്ളതാണ്? പത്മാസനത്തിലാണ്. നമുക്കറിയാം, പത്മാസനം കണ്ടിട്ടുള്ളതാണല്ലോ. ആ പത്മാസനത്തിൽ എവിടെ ഇരിക്കുന്നു? ഈ ഭാനുമണ്ഡലത്തിന്റെ മധ്യത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവതി ഈ സർവ തേജസ്സിനെയും ഉൾക്കൊണ്ട് സകല സൂര്യ തേജസ്സിനെയും ആറ്റിക്കുറുക്കി ശക്തിയായി അമ്മ പിടിച്ചു വെച്ചിരിക്കുന്നു. അതായത് അമ്മയിലാണ് ഈ തേജസ് എല്ലാം ഇപ്പോൾ അടങ്ങിയിരിക്കുന്നത്. കാരണം പത്മനാഭ സഹോദരി, ആ ധ്യാനത്തിൽ അമരുന്ന, ധ്യാനത്തിൽ ശയിക്കുന്ന അനന്തശായിയായ അനന്തപത്മനാഭൻ യോഗനിദ്രയിലാണ്. ആ യോഗനിദ്ര എന്നാൽ ഏറ്റവും ആഴത്തിലുള്ള ധ്യാനമാണ്. അവിടെ മഹാദേവനുണ്ട്, ബ്രഹ്മദേവനുണ്ട്. ഈ ത്രിമൂർത്തികളുടെയും സ്വരൂപത്തിൽ ഉൾക്കൊണ്ട സഹോദരി, പത്മനാഭന്റെ സഹോദരി.
നമ്മളിവിടെ സഹോദരൻ സഹോദരി എന്ന് പറഞ്ഞാൽ സിബ്ലിങ്സ് ആണ് അല്ലേ, ബ്രദർ സിസ്റ്റർ, ചേട്ടൻ ചേച്ചി. അതേ അർത്ഥത്തിലും എടുക്കാം. പത്മനാഭൻ എന്ന ആ യോഗനിദ്രയിൽ പള്ളി കൊണ്ട ആ പെരുമാളിന്റെ, നാരായണന്റെ ശക്തിയുടെ സഹ ഉദരിയാണ്. ആ ശക്തി എന്താണോ അതേ ശക്തിയെ തന്റെ ഗർഭത്തിലും സൃഷ്ടിക്കായി കാത്തുവച്ചിരിക്കുന്ന ദേവി. ഉദരം എന്നാൽ വിശപ്പ്, ദാഹം, അണ്ഡം, ബ്രഹ്മാണ്ഡം എല്ലാം അടങ്ങുന്നു. എന്നാൽ ദേവിക്ക് സൃഷ്ടിയും കൂടെയാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്ത വരികളാണ്, ഒരുപാട് ആഴങ്ങളുള്ള വരികളാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് ജപിക്കുക. ഭാനുമണ്ഡല മധ്യസ്ഥ ഭൈരവി ഭഗമാലിനി പത്മാസന ഭഗവതി പത്മനാഭ സഹോദരീ. ശാന്തി ശാന്തി ശാന്തി. അമ്മേ ശരണം. പത്മ.